തക്കാളി ചോറ്. ഇതിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ: നന്നായിട്ട് പഴുത്ത തക്കാളി ഒരു 3 എണ്ണം ചോപ്പ് ചെയ്തെടുത്തത്, സവാള ചോപ്പ് ചെയ്തെടുത്തത്, വേപ്പിൻ്റെ ഇല, കാശ്മീരി ഉണക്കമുളക് നമ്മുടെ എരിവിനനുസരിച്ചെടുക്കുക, വെളുത്തുള്ളി ഒരു 8 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചി. ഇത് 3 കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നമുക്ക് അവസാനം നോക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് കാഷ്യൂട്ട്, ഉണക്കമുളക്, വേപ്പിൻ്റെ ഇല, കടുക്. ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1 കപ്പ് റൈസ്. ഇത് ഞാൻ ഇവിടെ എടുത്തേക്കുന്ന റൈസ് ബസ്മതി റൈസാണ്. നമുക്ക് ഇഷ്ടമുള്ള റൈസ് എടുക്കാം. ബസ്മതി റൈസാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് റൈസ് എടുത്തിട്ടുണ്ടെങ്കിൽ 1.25 കപ്പ് വെള്ളം വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ മുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇതാദ്യം തന്നെ നമുക്കൊന്ന് വെള്ളം ചേർക്കാണ്ടൊന്ന് അരയ്ക്കാം. ഇതായിട്ടൊന്ന് പതുക്കെ ഒന്ന് അരഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് പതുക്കെ ഒന്ന് അരഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ അരച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തക്കാളി ചോറാക്കാൻ വേണ്ടിയിട്ട് നല്ല കുഴിയുള്ളൊരു പാൻ വെച്ചിട്ടൊന്ന് ചൂടാക്കണം. ഈ തക്കാളി ചോറ് നമ്മൾ വെക്കുമ്പോൾ റൈസ് നമ്മൾ സെപ്പറേറ്റ് വേവിച്ചെടുക്കണില്ല. ഈ നമ്മൾ ആദ്യം തന്നെ തക്കാളിയുടെ ഒരു ഗ്രേവി പോലെ ഉണ്ടാക്കും. അതിനകത്ത് ഇട്ടിട്ട് നമ്മൾ റൈസ് വേവിച്ചെടുക്കുക. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് എണ്ണയിലേക്ക് നമുക്ക് സവാളയും വേപ്പിൻ്റെ ഇല ഇടാം. ഇനി ഈ സവാള പതുക്കെ ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണം പേസ്റ്റ് ചേർക്കാം. അപ്പോൾ നമ്മുടെ സവാള ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയിട്ട് ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണം പേസ്റ്റ് ചേർക്കാം. ഇതിനകത്ത് നമ്മൾ എടുത്തേക്കുന്ന മുളക് കാശ്മീരി മുളകാണ്. ഈ മുളകിന് എരിവ് വളരെ കുറവായിരിക്കും. ഇതും കൂടിയിട്ട് നമുക്ക് എണ്ണയിലിട്ടിട്ടൊന്ന് മൊരിയിക്കും. ഇതിനകത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ച് ചേർത്തേക്കണേനും ഇത് നന്നായിട്ടൊന്ന് മൊരിക്കണം. നമുക്ക് ചെറു തീറ്റിട്ടിട്ടൊന്ന് മൊരിയിച്ചിട്ട് ഇനി ഇതിൻ്റെ ഒരു പച്ചമുളക് പോയി നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. ഇതിൻ്റെ ഇഞ്ചിയും വെളുത്തുള്ളിയും മുരിഞ്ഞിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർക്കാം. വളരെ കുറച്ച് ചേർത്താൽ മതി. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തക്കാളി വേവിച്ചെടുക്കും. ഇടയ്ക്ക് നമുക്ക് തക്കാളി ഇളക്കി കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരി വേവിച്ചെടുക്കാനുള്ള വെള്ളം ചേർക്കാം. ഞാൻ 1 കപ്പ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ 1.25 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം ആദ്യം ഇതിലേക്ക് ചേർക്കണം.
ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരി ചേർക്കാം. അപ്പോൾ നമുക്ക് വെള്ളത്തിൽ ഉപ്പുണ്ടോ എന്ന് നോക്കാം. അത് കുറച്ച് ഉപ്പ് ചേർക്കണം. ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഈ വെള്ളം നന്നായിട്ട് തിളപ്പിക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരി ചേർക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരി ചേർക്കാം. ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. തീ നന്നായിട്ട് കൂട്ടി വെക്കരുത്. എപ്പോഴും മീഡിയം ഫ്ലെയിമിലിടണം, അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം വറ്റിപ്പോവും, റൈസ് വേവില്ല. ഇത് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി റൈസ് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വേവൊന്നും തീരെ കൂടിയിട്ടില്ല. ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാം. താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇനി വളരെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ടിട്ട് പൊട്ടിക്കാം. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കാഷ്നട്ടും വേപ്പിൻ്റെ ഇലയും ഉണക്കമുളകും ചേർക്കാം. ഉണക്കമുളക് നമുക്കൊന്ന് ചെറുതാക്കിയിട്ട് ഇടാം. നമ്മുടെ കാഷ്നട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തക്കാളി ചോറ് റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്.